പവർ ടീമിന്റെ വലിയൊരു കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് ജിൻഡപ്പൻ. പക്ഷെ പവർ ടീം അത് സമ്മതിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനുള്ളിൽ 2 പേർ കിടന്നുറങ്ങി, ശരണ്യയും ജാസ്മിനും കിടന്നുറങ്ങി. കോഴി കൂവിയതനുസരിച്ച് അവരെന്തായാലും 2 പേർക്കും ശിക്ഷ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ശിക്ഷയൊക്കെ ബോർഡിൽ എഴുതി. അവിടെ ആന അലറലും പിന്നെ ഞെട്ടുരാനാടോട കളി എന്നുള്ള 2 ഡയലോഗ് എല്ലാവരോടായിട്ട് പറയുക. അവർക്ക് വേണ്ട ഡയലോഗ് അവർക്ക് എടുക്കാം. അതിൽ ആന അലറലാണ് അവിടെ ജാസ്മിൻ എടുത്തത്, മറ്റേ ഡയലോഗ് അവിടെ ശരണ്യ എടുത്തു. അത് എഴുതി ബോർഡിലൊക്കെ അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ഈ ഡയലോഗുകൾ അവർ പറയണം. ജിൻഡോ അടുത്ത് വന്ന് ആ ഡയലോഗ് പറയാനായിട്ട് നിന്നപ്പോഴാണ് ജിൻഡോ പറഞ്ഞത്, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്കിത് അറിയേണ്ട ആവശ്യകതയില്ല, എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് എന്ന് ജിൻഡോ പറയുന്നത്. അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നോറയും റസ്മിനൊക്കെ വരുന്നുണ്ട്. എന്താണ് പ്രശ്നം, ജിൻഡപ്പന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു വരുമ്പോഴാണ് ജിൻഡപ്പൻ ഒരു ഡയലോഗ് ഇടുന്നത്. അല്ല, നിങ്ങൾ ഇവിടെ പവർ റൂമിൽ കയറിയ സമയത്ത് ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് ജിൻഡോ അവിടെ ഓർമ്മിപ്പിച്ചു. അവിടെ പവർ റൂമിൽ കയറിയ സമയത്ത് ഇവരൊരു റൂള് പറഞ്ഞിരുന്നു, ഞങ്ങളായിട്ട് ഒരാളെയും ശിക്ഷിക്കില്ല, ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ റൂമിലെ അല്ലെങ്കിൽ ആ ടീമിലെ ക്യാപ്റ്റൻ ആയിരിക്കും അവിടെ ശിക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. എന്താണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കും, അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അത് അൻസിബയുടെ പ്ലാൻ ആയിരുന്നു. എല്ലാവരുടെ അടുത്തും അൻസിബ അത് പറഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞിരുന്നു, അപ്പൊ നമ്മുടെ മേലിലൊരു കുറ്റം വരുന്നില്ലല്ലോ, കൊടുക്കുന്നത് ടീം ക്യാപ്റ്റൻ അല്ല, അപ്പൊ അവര് തമ്മിൽ തല്ലിക്കോളും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസിബ അങ്ങനെ ഒരു റൂൾ വെച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ വീട്ടിലുള്ള ആർക്കും തന്നെ അത് ഓർമ്മയില്ല. പക്ഷേ അത്ര പെട്ടെന്ന് മറക്കുന്ന ഒരാളല്ല ജിൻഡോയ്ക്ക് അത് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. ജിൻഡോ അത് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവിടെ നോറയ്ക്കും റസ്മിനെ അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് യാതൊരു ഇതുമില്ല. അപ്പോഴേക്കും അൻസിബയ്ക്ക് ഓർമ്മ വന്നു. കാരണം അൻസിബയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അൻസിബ ബാത്റൂം ഏരിയയിൽ പവർ ടീമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഒരു പ്ലാൻ വെച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ നമ്മളത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാകെ പെട്ടുപോകും, അതുകൊണ്ട് നമ്മൾ ചെയ്താണ് ശരിയെന്ന് പറഞ്ഞു നിൽക്കാനേ കഴിയൂ എന്നവിടെ അൻസിബ പറയുന്നുണ്ട്. എന്നിട്ട് ജിൻഡോയുടെ അടുത്ത് വന്നിട്ട് അവരത് മാറ്റി പറയുകയോ ക്ഷമ ചോദിക്കുകയോ അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല, ഞങ്ങളുടെ കാര്യം ഇത്രയാണ്, ഞങ്ങൾ ശിക്ഷ കൊടുത്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പവർ ടീം ഉന്നയിച്ചത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ കാര്യം ചോദിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ജനങ്ങളെല്ലാവരും കാണുന്നതല്ലേ. അവിടെ പവർ ടീം ആദ്യമേ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ശിക്ഷ കൊടുക്കില്ല എന്നുള്ളത്. എന്നിട്ട് ജിൻഡോ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. പിന്നീട് അവർക്ക് ഓർമ്മ വന്നപ്പോൾ ജിൻഡോനെ പൊട്ടനാക്കുന്ന ഒരു പരിപാടി. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട് ഇത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പവർ ടീമിന്റെ തെണ്ടിത്തരം അല്ലെങ്കിൽ കള്ളത്തരം കയ്യോടെ പിടിച്ച ജിൻഡോയെ വീണ്ടും പൊട്ടനാക്കുന്ന തരത്തിലുള്ള അവരുടെ സംസാരത്തിന് ഇതിന് മറുപടി കൊടുക്കേണ്ടത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെയായിരിക്കണം.